Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ നമ്മൾ ചെയ്തു. അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ് ചെയ്തു. ദെൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് MCQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഓൾറെഡി 95 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് 5 ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 96ാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് പ്രൊമോഷൻ മിക്സ്? പ്രൊമോഷൻ മിക്സിന്റെ എലമെന്റ് അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? നമ്പർ 1 സെയിൽസ് പ്രൊമോഷൻ, നമ്പർ 2 അഡ്വർടൈസ്മെന്റ്, നമ്പർ 3 ബ്രാൻഡിങ്, നമ്പർ 4 പേഴ്സണൽ സെല്ലിംഗ്. ഏതാണ് വരിക? ആദ്യത്തെ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നുണ്ട് പ്രൊമോഷൻ ടൂൾസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഷോർട്ട് ടൈം സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അല്ലെ, കൂപ്പൺസ്, ഡിസ്കൗണ്ട്സ് ഇതൊക്കെ കൊടുത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന പരിപാടികൾ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ അതാണ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷൻ മിക്സിലുള്ളതാണ്. നെക്സ്റ്റ് നോൺ പേഴ്സണൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കാണ് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ്. അതും പ്രൊമോഷൻ മിക്സിൽ വരുന്ന ഒന്നാണ്. പിന്നെ പേഴ്സണൽ സെല്ലിംഗ്, ഡിറക്റ്റായിട്ട് കൺസ്യൂമേഴ്സായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊമോഷൻ മിക്സിലെ ഒരു ടൂളാണ് ഈ പറയുന്ന പേഴ്സണൽ സെല്ലിംഗ്. പിന്നെ വരുന്നതാണ് കാരണം പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിന് ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രൊമോഷൻ മിക്സിലെ എലമെൻ്റ് ആണ് പബ്ലിക് റിലേഷൻ. ബ്രാൻഡിങ് എന്ന് പറയുന്നത് പ്രൊമോഷൻ മിക്സിലൊരു ടൂളല്ല. സ്ഥാപനത്തിന് യുണീക്ക് ഐഡൻറ്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാപനം ചെയ്യുന്നതല്ലേ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നെയിം, സിമ്പിൾ എന്ത് വേണമെങ്കിൽ ആവാം. പ്രൊമോഷനെ സഹായിക്കുന്നുണ്ട് ബ്രാൻഡിങ്, ബട്ട് പ്രൊമോഷൻ മിക്സിൽ ഒരു ടൂളല്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ആൻസർ വരാം. നോട്ട് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ബ്രാൻഡിങ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. ലോൺ അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ആർ വെരിഫൈഡ് ഫ്രം. എന്താണ് ചോദ്യം? ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കുമ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ താഴെ പറയുന്നതിൽ എന്ത് വെച്ച് സാധിക്കും? നമ്പർ 1 ഡയറക്ടേഴ്സ് മിനിറ്റ് ബുക്ക്, നമ്പർ 2 ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, മോർഗേജ് ഡീഡ്. എന്ത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും? ആദ്യത്തെ പറയുന്നുണ്ട് ഡയറക്ടേഴ്സ് മിനിറ്റ് ബുക്ക്. ഡയറക്ടേഴ്സ് മിനിറ്റ് ബുക്കിൽ ആക്ച്വലി ഒരു അല്ലെ ബോർഡിൻ്റെ ഡിസിഷൻസ് ഒക്കെ എഴുതുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഡയറക്ടേഴ്സ് മിനിറ്റ് ബുക്ക്. അപ്പോൾ ഇതല്ല. ദെൻ ക്യാഷ് ബുക്കിൽ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഡീറ്റെയിൽസാണ്. ഇതല്ല. ബാങ്ക് ബുക്കിലെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ഇതല്ല. മോർഗേജ് ഡീഡാണ് ആൻസർ വരാം. മോർഗേജ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെൻ്റ് ആണ്. അതിൽ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ലെൻഡറുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന മോർഗേജ് ഡീഡ്. സോ അതാണ് ആൻസർ വരാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. So that's about question number 97. Moving to question number 98. Of these is true about section 80D of Income Tax Act. ഇൻകം ടാക്സ് ആക്ട് 80D റിലേറ്റ് ചെയ്ത് വരുന്നത് എന്താണ് താഴെ പറയുന്നതിൽ? നമ്പർ 1 മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാൻഡിക്യാപ്ഡ് ഡിപെൻഡൻറ്റ്, നമ്പർ 2 മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, നമ്പർ 3 ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, നമ്പർ 4 റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഏതാണ് വരാ? ദിസ് ഇസ് നോട്ട് ആക്ച്വലി സ്പെസിഫിക്കലി റിലേറ്റഡ് വിത്ത് 80D. 80Dയിൽ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാൻഡിക്യാപ്ഡ്. സ്പെസിഫിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് 80D എന്ന് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക 80Dയുടെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. LIC 80C ആണ്. ഇതല്ല. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 80Dനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് അല്ല. സോ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് 98. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 99. എമംഗ് ദ ഓപ്ഷൻ given, which of these cannot be considered as a role that customers play a buying decision?
ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ താഴെ പറയുന്നതിൽ എന്താണ് കൺസിഡർ ചെയ്യാത്തത്? നമ്പർ 1 ഇൻഫ്ലുവൻസർ, നമ്പർ 2 ബയ്യർ, ദെൻ ഇനീഷ്യേറ്റർ, ദെൻ സ്റ്റോക്കർ. ആരാണ്? നമ്പർ 1 ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബൈങ് ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്, അല്ലേ? പലരും പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നു. ബൈങ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ നോട്ട് എഫക്റ്റഡ് ആണ് അറിയേണ്ടത്, അല്ലെങ്കിൽ നോട്ട് കൺസിഡേർഡ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഇതല്ല. ദെൻ നെക്സ്റ്റ് ബയ്യർ, മേടിക്കുന്ന ആളെയാണ് ബയ്യർ എന്ന് പറയുക. ഇനീഷ്യേറ്റർ, ആരാണോ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ഇറങ്ങുന്നത് അവരെയാണ് ഇനീഷ്യേറ്റർ എന്ന് പറയുക. പിന്നെ നോട്ട് കൺസിഡേർഡ് ആണ്. ഇതൊക്കെ ബൈങ്ങിൽ വരുന്ന, ചിലപ്പോൾ ആദ്യം മേടിക്കുന്ന ആളായിരിക്കും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാം. മൂന്നും ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. റോൾ ദാറ്റ് കസ്റ്റമേഴ്സ് പ്ലേ ആണ്. നമുക്ക് കനോട്ട് കൺസിഡേർഡ് ആണ് വേണ്ടത്. സ്റ്റോക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൽ വരുന്നതല്ല. അതാണ് ആൻസർ വരാം. സ്റ്റോക്കർ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് മാർക്കറ്റിംഗ് ടൂൾസിലോ അല്ലെങ്കിൽ ഒന്നിലോ റെലവൻസ് ഇല്ലാത്തതാണ് സ്റ്റോക്കർ എന്ന് പറയുന്ന ടൈം തന്നെ. സോ അതുകൊണ്ട് ഇതാണ് ആൻസർ, നോട്ട് കൺസിഡേർഡ്. ഓക്കെ, ഓപ്ഷൻ ഡി. ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. Which of these cannot be considered as an objective of internal control system? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന് കൺസിഡർ ചെയ്യാത്തത്, കൺസിഡേർഡ് ആസ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. നമ്പർ 1, the transactions are executed in accordance with the management's authorization. മാനേജ്മെൻറ്റ് ഓതറൈസേഷൻ്റെ ബേസിൽ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പറയുന്നത്. നമ്പർ 2, all the transactions are recorded in an appropriate manner as required. Number 3, assets are safeguarded from unauthorized access, use or disposition. Then assets not be verified, mere recording is enough. ഇതാണ് 4 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചോദ്യം എന്താ? വിച്ച് ഓഫ് ദീസ് cannot be considered as an objective of internal control system? ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ? മാനേജ്മെൻറ്റിൻ്റെ ഓതറൈസേഷൻ്റെ ബേസിൽ കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ ഒരെണ്ണം വരുന്നതാണ്, കൺസിഡർ ചെയ്യേണ്ടതാണ്. കറക്റ്റ്. ദെൻ ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ്, അതും വേണം. അസറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യണം ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, അതും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അസറ്റ്സ് നോട്ട് വെരിഫൈഡ്, മിയർ റെക്കോർഡിങ് ഈസ് ഇനഫ്, അത് ശരിയല്ല. ഫിസിക്കൽ വെരിഫിക്കേഷൻ തന്നെ അവിടെ വേണം എന്നുള്ളതാണ്, അല്ലാണ്ട് ജസ്റ്റ് അപ്പോൾ അസറ്റ്സ് നോട്ട് വെരിഫൈഡ് എന്ന് പറയുന്നത് തെറ്റാണ്. അതാണ് cannot be considered as an objective. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കാത്തത് ഏതാണെന്നുള്ളതാണ്. ഏതാ? ഓപ്ഷൻ ഡി, അസറ്റ്സ് നോട്ട് ബി വെരിഫൈഡ്, മിയർ റെക്കോർഡിങ് പോരാ എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 20 വീഡിയോസിലൂടെയാണ് നമ്മൾ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾക്ക് 2022 ഇതിനേക്കാൾ മുമ്പ് ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം നടന്നിട്ടുള്ളത്. ദെൻ ഇതിന് ശേഷം ഏകദേശം ഈ സിലബസിൽ പിന്നെ വന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഓരോ പ്രാവശ്യവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ ഇനി കണ്ടിന്യൂഷനായിട്ട് നമ്മളിനി അങ്ങനത്തെ വീഡിയോസാണ് ചെയ്യാൻ പോവുക. ഓരോ മൊഡ്യൂളിലെയും ഓരോ ടോപ്പിക് എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.